Hey guys, again welcome back to my channel. First of all, Merry Christmas to one and all. അങ്ങനെ നമുക്ക് ക്രിസ്മസിന് ഒരു ഫീസ്റ്റ് വന്നിരിക്കുകയാണ്. സർവം മായ, നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ ചേട്ടൻ, പ്രീതി മൂന്തൻ, നമ്മുടെ എന്താണ് ആ സിനിമേൻ്റെ ഒരു മേരെ മേനെ പ്യാർക്കിയ, ഹൃദു ഹരുൺ സിനോ വലിയ ഗുണമില്ല പടം. ആ സിനിമയിലൊക്കെ ഉള്ള നായിക ഇതിലുണ്ട്. വിനീത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കിടിലൻ. രഘുനാഥ് പാലേരി അടിപൊളിയായിരുന്നു. ആനന്ദ് ഏകർഷി, മധു വാര്യർ, അങ്ങനെ കുറേ പേരുണ്ട് സിനിമയിൽ. അൽതാഫ് സലീം ഒരു ഡെലിവറി ബോയിൻ്റെ ഒരു റോള്, ഇടയ്ക്കിടയ്ക്ക് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് തന്നിട്ടങ്ങ് പോകും. മച്ചാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൽ മെയിൻ ഒരു ഫീമെയിൽ ലീഡ് ചെയ്തിരിക്കുന്നത് റിയ ഷിബു. അത് പേര് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. മുറ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒക്കെ പ്രൊഡ്യൂസറാണ് പുള്ളിക്കാരി. നമ്മുടെ വീരധീര സൂര്യയിലൂടെ വിക്രമിൻ്റെ പടം, അതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ ടീമിൽ പുള്ളിക്കാരി വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊരു HR പിക്ചേഴ്സ് അങ്ങനെ എന്തോആണ് സംഭവം. റിയ ഷിബു പുള്ളിക്കാരിക്ക് നല്ല അടിപൊളി അഭിനയമായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു, ഭയങ്കര പ്രെട്ടിയായിരുന്നു. ആൻഡ് നിവിൻ പോളി, സോറി, റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. പിന്നെ ആരുടെ, അനൂപ് സത്യനാണ് നമ്മുടെ വനന്യ ആവശ്യം കൊണ്ടെടുത്ത. അഖിൽ സത്യൻ നമ്മുടെ പാച്ചു അത്ഭുതവിളക്കും പിന്നെ ഹൃദയപൂർവ്വത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ്ഡ് ബൈ അജയ് കുമാർ, രാജീവ് മേനോൻ, വിനോദ് ശേഖർ, ബിജു തോമസ്. ഓക്കെ. മ്യൂസിക് ബൈ ജസ്റ്റിൻ പ്രഭാകരൻ. കിട്ടില്ല, ആ ഒരു ഇന്റർവെൽ ബ്ലോക്കിന്റെ സമയത്ത് ഒരു മ്യൂസിക്കലി ഒരു സാധനം വരുന്നുണ്ട്. പടത്തിന്റെ ടുവേർഡ്സ് എൻഡ് അടിക്കുമ്പോഴത്തേക്ക് ഒരു മ്യൂസിക്കലി ഒരു സംഭവം വരുന്നുണ്ട്. മ്യൂസിക്കലിയൊക്കെ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സിനിമാറ്റോഗ്രാഫി ശരൺ വേലായുധൻ നായർ. സിനിമാറ്റോഗ്രാഫി അടിപൊളി, എന്ത് നല്ല കുറേ കിടിലൻ ഫ്രെയിംസും. അതിപ്പോൾ നാട്ടിൻപുറം കാണിക്കുമ്പോഴും അവരുടെ 4-8 തറവാട്, അവരുടെ തറവാട്ടിലുള്ള കുളം, അമ്പലക്കുളം, അതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്രീനറിയും എന്താ നമ്മൾ നാട്ടിലെത്തിയ ഒരു ഫീൽ. ഞാനൊക്കെ പേഴ്സണലി നാട്ടിൽ പോകുമ്പോഴുള്ള നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു ഫീൽ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. തൃശ്ശൂർ, പാലക്കാട് ഏരിയ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക ഉറപ്പാണ്. അപ്പോൾ നല്ല ലൈറ്റിങ്ങും നല്ല കളർ ഗ്രേഡിങ്ങും സിനിമാറ്റോഗ്രാഫി വൈസ് അടിപൊളിയായിരുന്നു. എഡിറ്റഡ് ബൈ അഖിൽ സത്യൻ ആൻഡ് രത്തിൻ രാധാകൃഷ്ണൻ. ഓക്കെ, പുള്ളി എഡിറ്റിംഗ് ടീമിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ്, വിഷ്വൽ എഫക്ട്സ് എല്ലാം. സത്യം പറഞ്ഞാൽ ഈ സിനിമേൻ്റെ പ്ലോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഈവൻ ദോ ആക്ടിങ്, പെർഫോമൻസസ്, അതിപ്പോൾ ജനാർദ്ദനൻ ചേട്ടൻ അടിപൊളി. നിവിൻ പോളീൻ്റെ കുറച്ച് സാധനങ്ങൾ നമുക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പുള്ളിയിൽ നിന്ന്. എവിടെയോ മിസ്സായി പോയ നിവിൻ പോളിൻ്റെ കുറച്ച് കാര്യങ്ങൾ. മൊത്തത്തിൽ ഞാൻ ഒരു കംബാക്ക് എന്നോ അല്ലെങ്കിൽ പഴയ കോമ്പോൻ്റെ അടുത്തൊരു തകർപ്പൻ പടമെന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആ കോമ്പോനൊക്കെ വളരെ ലിമിറ്റഡ് പോർഷൻസിലേ കാണിച്ചിട്ടുള്ളൂ. അത് തുടക്കമുണ്ട്, ഫസ്റ്റ് ഹാഫിലൊക്കെ കുറച്ച് സീൻസൊക്കെ അവർ തമ്മിലുണ്ട്, അതൊക്കെ വർക്കായിട്ടുണ്ട്. അവരുടെ ആ പഴയ ഒരു കെമിസ്ട്രി അവർക്ക് എന്താ പറയുക റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് ഇവരുടെ ഈ കോംബോ നഷ്ടപ്പെട്ട് കഥയിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കുറച്ച് ബോറടിയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിടെ. ഈ സിനിമ മൊത്തത്തിൽ പറയുമ്പോൾ ഒരു സിമ്പിൾ പടം, വലിയ കഥയോ കാര്യമോ നമുക്ക് ഒന്ന് ചിന്തിച്ച് വിട്ട് കളയാമുള്ള കഥകൾ, അങ്ങനത്തെ ചെറിയ സംഭവങ്ങൾ മാത്രമുള്ള ഒരു സിനിമയാണ്. അപ്പോൾ നിവിൻ പോളിൻ്റെ ക്യാരക്ടർ, പുള്ളിക്ക് പണ്ടുണ്ടാകുന്ന ഒരു ട്രോമ, അതിൽ നിന്നും പുള്ളി ഒരു ഏത്തിസ്റ്റ് ആവുന്നു. അതിനുശേഷം പുള്ളി എന്താ പറയുക റിയാലിറ്റിയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. പുള്ളി തിരിച്ച് റിലീജിയസ് കാര്യങ്ങളിലേക്ക് വരുന്നു. അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങളുണ്ട്. ഒപ്പം ഈ റിയ ഷിബുവിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അവരത് ഒരിടത്ത് റിവീൽ ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ എന്താണെന്നോ പുള്ളി ഈ ഒരു സ്റ്റോറീൻ്റെ മെയിൻ പ്ലോട്ട് എന്താണെന്നോ എവിടെ നിന്നാണ് എന്താണ് സംഭവിക്കുന്നതെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവരത് ടീസ് ചെയ്തിട്ടില്ല. അവരുടെ ടീസറിൽ ജസ്റ്റ് ഈ സിനിമയിലുള്ള ഒരു ചെറിയ ഷോട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ഒരു സീനും പിന്നെ കുറേ ഷോർട്സും ഇത്ര കാണിച്ചിട്ടുള്ളൂ. ഒരു ട്രെയിലർ പോലും അവർ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ട് ഇൻഡെപ്ത് കഥയിലോട്ട് ഇറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. ഒരു എന്താ പറയുക ഒരു ഫീൽ ഗുഡ് പടമാണ് ഞാൻ പ്രതീക്ഷിച്ചു പോയത്. പക്ഷെ ഒരു ഫാൻറ്റസി ടൈപ്പ് ഒരു സാധനമാണ് എനിക്ക് കിട്ടിയത്. സർവം മായ എന്നുള്ളൊരു പേരിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നോ ആ ഒരു രീതിയിൽ മനസ്സിലാക്കി പോവുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴായാലും എനിക്ക് കുറേ ഇടത്തൊക്കെ ലാഗ് അടിച്ചെന്ന് ഞാൻ പറയില്ല, ഞാൻ എന്താ പറയുക സ്ക്രീനിൽ നിന്ന് കണ്ണെടുത്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടേക്കോ കുറേ മിസ്മാച്ച് എനിക്ക് തോന്നി. ഒരു എബോ ആവറേജ് ഫീലാണ് എനിക്ക് ഒരു സിനിമ തന്നത്. മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക ഒരു ക്രിസ്മസ് ബമ്പർ, ക്രിസ്മസിന് ഹിറ്റ്, മറ്റേ ക്രിസ്മസ് തൂക്കി അങ്ങനെയൊന്നും പറയാനുള്ള ഒന്നുമില്ല.
അത് ഞാൻ വെറുതെ പൊലിപ്പിക്കുന്നില്ല. നല്ല കുറേ വിഷ്വൽസ് ഉണ്ട്, നല്ല മ്യൂസിക് ഉണ്ട്, നല്ല പെർഫോമൻസസ് ഉണ്ട്, കുറേ നല്ല സീൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ചിലയിടത്ത് കാണുമ്പോൾ നൈസ്. ഇപ്പം കോമഡി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ വയറിലടിച്ചിരിക്കണം കോമഡി അതൊന്നുമല്ല. ചിലയിടത്തൊക്കെ നമുക്ക് ഒരു പുഞ്ചിരി നൽകാനായിട്ട് ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തേക്ക് അവർക്കൊന്ന് കണ്ടൊന്ന് പുഞ്ചിരി അത്ര അവർ ഉദ്ദേശിച്ചുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഹൃദയപൂർവ്വം ടച്ച് എന്ന് വെച്ചാൽ വലിയ കഥയ്ക്ക് വലിയ ഒന്നുമില്ല, പക്ഷേ ഹൃദയപൂർവ്വം കുറേ കൂടി അടിപൊളി ചെയ്യുന്നുണ്ട്. ലാലേട്ടനായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്, അതിൽ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ ചുരുക്ക സമയത്ത് കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത ഒരു സിനിമ പോലെയാണ് എനിക്ക് തോന്നിയത്. വലുതായിട്ടൊന്നുമില്ല. 2 മണിക്കൂർ 27 മിനിറ്റ്, അത് കുഴപ്പമില്ലാത്ത ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയുള്ളൂ ഗൈസ്. വിനീതിൻ്റെയൊക്കെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനത്തെ ഒരു സിമ്പിള്, ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സിമ്പിള് പടം. ഇടയ്ക്കൊക്കെ നമുക്ക് ചിരിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു ക്യാമിയോനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹൈവേയിലോ അല്ലെങ്കിൽ എക്സ്പ്രസ് ഹൈവേയിലോ അല്ലെങ്കിൽ സാധാരണ മെയിൻ റോഡിലൊക്കെ കാറ് നിർത്തിയിട്ട് ഡോർ തുറന്നിറങ്ങുമ്പോൾ കറക്റ്റായിട്ട് നോക്കണം പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ, ഏത് ദിശയിലാണ് വണ്ടി വരുന്നത്, അവരെത്ര സ്പീഡിലായിരിക്കും വരുന്നത്, ഇതൊക്കെ മിററിൽ കൂടി നോക്കിയിട്ട് വേണം ചാടി ഇറങ്ങാൻ. ഒരു ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണത്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഒരു മെസ്സേജ് എന്താണെന്ന് പറയാൻ തോന്നുകയാണെങ്കിൽ ഇതാണ് പടത്തിൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ബൈ ബൈ ആൻഡ് ഹാപ്പി ക്രിസ്മസ്.